മക്കളാക്കണേ അല്ലാ, അതബുള്ള മക്കളാക്കണേ അല്ലാ, ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാ. എത്ര ചോദിച്ചാലും ആ ചോദ്യം അത് തികയുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം. അത്രമാത്രം കാലം മോശമായി പോയിട്ടുണ്ട്. ഓരോ മക്കളെ കുറിച്ചും കേൾക്കുന്ന വാർത്തകൾ ഞങ്ങളുടെ മനസ്സിനെ വേദനയുളവാക്കുന്നതാണ്. അല്ലാഹുവേ, SSLC പഠിക്കുന്ന പെൺകുട്ടി തൂങ്ങി മരിച്ചു എന്ന് ഞങ്ങൾ കേട്ടു കഴിഞ്ഞ ദിവസം. നിസ്സാരമായ പ്രശ്നമാണ്. അതേ ഉമ്മയോട് വന്നിട്ട് കാമുകനെ കുറിച്ച് പറഞ്ഞു. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ അവൻ ഞരമ്പ് മുറിച്ച് മരിച്ചു കളയുമെന്നാണ് കാമുകൻ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, അവന്റെ കൂടെ പോയില്ല എങ്കിൽ ഞരമ്പ് മുറിച്ച് കളയുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഉമ്മ തമാശക്കോ മറ്റോ പറഞ്ഞു. ഉമ്മ കാര്യമായിട്ട് തന്നെയാണെങ്കിൽ ഉമ്മ പറഞ്ഞു, മരിക്കുന്നത് മരിച്ചോട്ടെ, ഞരമ്പ് മുറിച്ച് മരിച്ചോട്ടെ എന്ന് ഉമ്മ പറഞ്ഞു. ഈ മകള് നേരെ പോയി വാതിലടച്ചു. എന്നിട്ട് അതിന്റെ അകത്ത് വെച്ച് ഈ മകള് തൂങ്ങി അങ്ങ് മരിച്ചു കളഞ്ഞു. അല്ലാ, എത്രമാത്രം വേദനാജനകമായ വാർത്തയാണ് ഞങ്ങൾ കേൾക്കുന്നത്. ആ സഹോദരിക്ക് മൂത്ത സഹോദരിയുണ്ട്, 2 കുഞ്ഞ് അനുജത്തിമാരുണ്ട്. അവരാകെ ബേജാറിലാണ്. മൂത്ത മകൾക്ക് കല്യാണ പ്രായമായിട്ടുണ്ട്. ഏത് പുതിയാപ്പിളയാണ് വരിക എന്ന വിഷമത്തിലാണ്. അല്ലാഹുവേ, നീ പരിഹാരം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ നീ കാക്കണേ റബ്ബേ. ഞങ്ങളെ മക്കളെ നീ നല്ല മക്കളാക്കണേ അല്ലാ. പോലെ മോശമായ ഒരു വാർത്തയും ഞങ്ങളുടെ മക്കളുടെ ഭാഗത്തു നിന്ന് കേൾക്കേണ്ടി വരുന്നൊരു ഗതികേട് ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. വിവാഹപ്രായമായ ആണിനും പെണ്ണിനും ഖൈറായ ഇണകളെ കൊടുക്കണേ റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ലാ.